ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്രോണിക്സിൻ്റെ പവർ ബാങ്ക്. പവർ ഷട്ടർ 20K എന്ന് പറഞ്ഞാൽ 20K mAh ആണ് കേട്ടോ. പൈസയല്ല, പൈസ നിസാര എമൗണ്ടാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര അടിപൊളി അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക ഫെസിലിറ്റി ഉള്ള, അതായത് വയർലെസ്സും കൂടി അടങ്ങണ 20K അതായത് 20,000 mAh കിട്ടണ വേറൊരു ബാറ്ററി പവർ ബാങ്ക് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് കാണിച്ചത് അതിൻ്റെ സ്കാനിങ് കോഡാണ്, നമ്മുടെ വാറൻറ്റി കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. നമുക്കെന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്, പോർട്രോണിക്സ് പവർ ഷട്ടർ 20K എന്ന മോഡലിൽ അറിയപ്പെടുന്ന സാധനം. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാമറ പോലെ തോന്നും, ഒരു ഡിജിറ്റൽ ക്യാമറ പോലെ. അതേപോലെ വെയിറ്റും ഉണ്ട് തന്നെ അത്യാവശ്യം. പിന്നെ ആദ്യം തന്നെ ഒരു പോരായ്മ ഞാൻ പറയാം. ഞാനിപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു കേബിൾ കണ്ടില്ലായിരുന്നു, ആ ഒരു കേബിൾ അറ്റാച്ച് ചെയ്യണതും അതാണ് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് നോക്കിക്കഴിഞ്ഞാൽ. പിന്നുള്ളൊരു പോരായ്മ ഞാൻ പിന്നീടാണ് കണ്ടുപിടിച്ചേട്ടാ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐറ്റം. അപ്പോൾ അതിന് രണ്ട് കേബിൾ വന്നിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ ഒരു C ടൈപ്പ് പോർട്ടും ഉണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ ഐഫോൺസ് കണക്ട് ചെയ്യണത്, പിന്നെ C ടൈപ്പും. ഇത് രണ്ടുമാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. അപ്പോൾ ഈ സാധനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ബട്ടണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഓൺ ആവും. ചെറിയൊരു സ്ക്രീനും കൊടുത്തിട്ടുണ്ടോ ഓൾറെഡി. പിന്നെ ലൈറ്റും ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി 72% എന്തോ ഉണ്ടോ. പിന്നെ ഇത് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് ഇല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സാധനമാണ് കൊടുത്തേക്കണത്. നമുക്കത് പറിച്ച് ഒട്ടിക്കാൻ, എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താണെന്ന്. അതിനകത്തുള്ള ഒരു സംഭവം എന്ന് വിചാരിച്ചിരുന്നു, പിന്നീട് മാഗ്നറ്റാണെന്ന് മനസ്സിലായത്. നമുക്ക് എന്തായാലും നമ്മുടെ ഫോണൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഫോണൊക്കെ അടിപൊളിയായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്, വലിയ വിഷയമൊന്നും എനിക്ക് തോന്നിയില്ല. എൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ഓൾറെഡി ഒരു മാഗ്നറ്റിക്കിൻ്റെ ഈ സംഭവം ഇത് ഓൾറെഡി ഉണ്ട്, ഒരു ഹോൾഡർ പോലെ സാധനം. അതുകൊണ്ട് എനിക്കിത് പിടിപ്പിക്കേണ്ട ആവശ്യം വലിയ. വേണമെങ്കിൽ അതിനകത്ത് പിടിപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ അത് നമ്മുടെ ഫോണിൻ്റെ ബാക്കിലും പിടിപ്പിക്കാം. അതിന് വേണ്ടിയാണ്. പിന്നെ ഫോണിൻ്റെ ബാക്ക് കവർ മാറ്റിയിട്ട് അതിൻ്റെ പുറത്തും പിടിപ്പിക്കാം വേണമെങ്കിൽ. പിന്നെ പോരായ്മ ഞാൻ പറഞ്ഞത് ഇതാണ്, വാച്ച് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഒരു പ്രശ്നം. പക്ഷേ ഇവർ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് മൊബൈലിന് വേണ്ടി അവർ ബിൽഡ് ചെയ്തേക്കണതാണ്, വാച്ചിന് വേണ്ടിയല്ല. പിന്നെ വാച്ച് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് കേബിൾ യൂസ് ചെയ്ത് അതിനകത്ത് അതിൻ്റെ പോർട്ടിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം, ആ ഒരു ഓപ്ഷനുള്ളൂ. ഞാൻ കുറേ ശ്രമിച്ച് നോക്കി, എൻ്റെ തെറ്റാണ്. ശ്രമിച്ച് നോക്കിയിട്ട് നടക്കണമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കുത്തി ചാർജിങ്ങുള്ളൂ ഓപ്ഷൻ, വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ 22.5 വാട്ടിൻ്റെ ഈ C ടൈപ്പ് ചാർജിങ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ 15 വാട്ടിൻ്റെ മാഗ്നറ്റിക് വയർലെസ് ചാർജിങ്ങും ഇവർ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. പിന്നെ നമുക്ക് ഇതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ പാക്കിൽ കൊടുത്തേക്കണ ആ ഒരു QR കോഡ് ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സംഭവം കിട്ടും. അതുപോലെ അതിനകത്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ POR അതിൻ്റെ പ്രൊഡക്റ്റ് കോഡും കാര്യങ്ങളൊക്കെ അടിച്ച് പ്രോപ്പറായിട്ട് കൊടുത്താലേ നമുക്ക് ആ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവത്തുള്ളൂ. പിന്നെ നമ്മുടെ മെയിൽ ID യും, പിന്നെ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് പർച്ചേസ് ചെയ്തത്, അതുപോലെ അതിൻ്റെ ഇൻവോയ്സ് നമ്പറും കാര്യങ്ങളൊക്കെ, ഇൻവോയ്സ് ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്താലാണ് നമ്മുടെ രജിസ്ട്രേഷൻ, വാറൻറ്റി രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ കറക്റ്റായിട്ട് നോക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ സക്സസ്ഫുള്ളായി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് എനിക്കറിയാവുന്നതിൽ ഞാൻ നോക്കിയതിൽ ഒരു ബെറ്റർ പവർ ബാങ്ക് എന്ന് പറയാൻ വേണമെങ്കിൽ. ഇത്രയും 20,000 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ വാങ്ങിക്കേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.